ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു ബോട്ട് നെക്ക് ബ്ലൗസ്, ലൈനിങ് ബ്ലൗസാണ്. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ, അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അതിനു മുമ്പാണ് ഞാൻ ഈ ബോട്ട് നെക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അനേർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ബോട്ട് നെക്ക് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു വള്ളത്തിൻ്റെ ചിത്രമാണിത്. വള്ളം. അപ്പോൾ വള്ളത്തിന് ഇംഗ്ലീഷിൽ ബോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വള്ളത്തിൻ്റെ ഈ ഷേപ്പ് നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് വള്ളത്തിൻ്റെ ഷേപ്പ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഷേപ്പ് ആണെങ്കിലും അത് തന്നെയാണ്. കണ്ടോ. അപ്പോൾ ഈ ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ ആ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അത് ഞാൻ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഒരു കടലാസിൽ വരച്ച് കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഈ ബോട്ട് നെക്ക് എന്ന് പറയുന്നത് അനേകരും അത് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇറക്കിയെടുത്താലും അതൊക്കെ ബോട്ട് നെക്കാന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയൊക്കെ വരച്ചാലും അതൊക്കെ ബോട്ട് നെക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ബോട്ട് നെക്കല്ല. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇറക്കാൻ പറ്റത്തുള്ളൂ, കഴുത്തിറക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊന്നും കഴുത്തിറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ബോട്ട് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ ചിത്രം വരച്ച് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇനി അത് ലൈനിങ്ങിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ബാക്കിൽ ആണ് ഓപ്പൺ. ബോട്ട് നെക്കിനെല്ലാം ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നതിനേക്കാൾ ഭംഗി ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഓപ്പണുള്ള ബോട്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഇതിൻ്റെ തേരുള്ള സൈഡാണ് കേട്ടോ. ഇങ്ങനെ തേരുള്ള സൈഡ് ഇട്ടേ. അപ്പോൾ ആദ്യം ആ തേരിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാനായിട്ട് ഞാനൊരു ലൈൻ ഇടുകയാണ്. തേര് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഞാൻ പടി പിടിപ്പിക്കാനുള്ള ഒരു 4 ഇഞ്ചും പോയിന്റും ഒരു മാർക്ക്. നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയും. ഇത് നമ്മൾ പടി പിടിപ്പിക്കാനുള്ളതാണ്. ഇനി അതിൻ്റെ ഇറക്കമാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ തുണിയൊക്കെ ഒരുവിധം ലെവലായതുകൊണ്ട് കട്ട് ചെയ്തതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ 4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പുമാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. ഇറക്കം ഇതിന് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത് അതിന് ശേഷം ഞാൻ തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യുക. ഇതാണ് 14 ഇഞ്ച് ഇറക്കം. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. തയ്യൽ തുമ്പ് 4 ഇഞ്ചും പോയിന്റുമാണ്. ഇനി നമ്മളിത് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മളിതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം. അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് നമ്മൾ കണക്ക് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ ഈ ബോട്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഈ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതായത് ബാക്കി കഴുത്ത് 3 ഇഞ്ച് അതിൽ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിങ് കുറഞ്ഞു വരും. അതായത് 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് എന്നിങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം കൂടി വരുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു വരും. എന്നാൽ ഈ ബോട്ട് നെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബോട്ട് നെക്കിൻ്റെ ഷോൾഡറിന് നമ്മൾ എത്രയാണോ ഷോൾഡർ ബോഡിയിൽ നിന്ന് അളവെടുത്തത്, ആ ഷോൾഡർ അല്പം പോലും കുറയ്ക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ആ ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.5 ഇഞ്ചാണ്. 13.5യുടെ പകുതി ഇത് ബോഡിയിൽ നിന്ന് അളവെടുത്തത് കൊണ്ട് ഇതിന്
തയ്യൽ തുമ്പ് കൂടുതൽ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 13 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ. അപ്പോൾ ആ 13 ഇഞ്ച് ഞാൻ വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി ഇതിൻ്റെ കഴുത്താണ് വരയ്ക്കുന്നത്. കഴുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ബോട്ട് നെക്ക് എന്ന് പറയുന്ന ആ നെക്ക് നമുക്ക് ഇഷ്ടമുള്ളിടത്തോളൊന്നും അങ്ങനെ ഇറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നു. ബോട്ട് നെക്ക് എന്ന് പറയുന്നത് വളരെ ഷെയ്പ്പ് താഴ്ന്ന ഷെയ്പ്പ് കുറഞ്ഞതാണ്. അപ്പോൾ അത് ഞാനിവിടെ വരച്ച് കാണിക്കാം. ബാക്കിൽ ഞാൻ ഇതിന് 2.5 ഇഞ്ചാണ് ഇറക്കണത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് എത്ര വൈഡ് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇത് കഴുത്തിറങ്ങാത്തതായതുകൊണ്ട് കഴുത്ത് അകന്നു പോയിന്നോ അല്ലെങ്കിൽ ഷോൾഡർ ഊരിപ്പോയി എന്നുള്ള പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് ഇതിന് എത്ര ഇഞ്ച് വേണമെങ്കിലും നമുക്ക് അകലം കൊടുക്കാം. ബോട്ട് നെക്ക് എപ്പോഴും കുറച്ച് അകന്നിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 ഇഞ്ച്. ഇത് ഷോൾഡർ ഞാനിങ്ങനെ കാണാൻ വേണ്ടി ഒന്ന് വരയ്ക്കണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ഇത് 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ചും പോയിന് തയ്യൽ തുമ്പ് പോകും. അതിന് ശേഷമുള്ളതാണ് നമുക്ക് ഷോൾഡർ. അതായത് ഇപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് ഷോൾഡർ കിട്ടും. അപ്പോൾ ഈ 1.5 ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് നമുക്ക് സാധാരണ ചെയ്യണ പോലെ ഇവിടെ ഷോൾഡർ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ടച്ച് കഴിയുമ്പോൾ ഇതിനൊരു 1.5 ഇഞ്ച് ഷോൾഡർ കിട്ടത്തുള്ളൂ, വീതിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇനി നമുക്ക് ഈ ബോട്ട് നെക്കിന് എങ്ങനെയാണ് ഷേപ്പ് കൊടുക്കണമെന്ന് നോക്കാം. ഇതാണ് കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കണേ, അതൊരു വള്ളത്തിൻ്റെ ചിത്രം ഞാനൊരു കടലാസിൽ വരച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഷേപ്പാണ് നമ്മൾ ബോട്ട് നെക്കിന് കൊടുക്കുന്നത്. അത് ഞാനിത് ഈ സ്കെയിൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ വരച്ച് കാണിച്ചു തരാം ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് എന്താണെന്ന്. ഇതാണ് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇങ്ങനെ ഇറക്കി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ശരിക്കും ബോട്ട് നെക്ക് എന്ന് പറയുന്നത് ഒരു വള്ളത്തിൻ്റെ അടിവശത്തെ, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ ഞാൻ കാണിച്ചു തന്നല്ലോ അതുപോലെയുള്ള ആ ഷേപ്പാണ് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് നെക്കിന് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോട്ട് നെക്ക് നമുക്കിങ്ങനെ ആവശ്യത്തിൽ കൂടുതലൊന്നും ഇറക്കിയെടുത്താൽ അതിന് ഭംഗി ഉണ്ടാകത്തില്ല. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ള നെക്കെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്, അഥവാ ആം ഹോൾ. ഇതിൻ്റെ ആം ഹോൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് 15 ഇഞ്ചുണ്ട്. അപ്പോൾ 15 ഇഞ്ച് ആം ഹോള് നമുക്ക് ഇവിടെ അളന്ന് കഴിയുമ്പോൾ കിട്ടണം. അപ്പം അതിനു മുമ്പാണ് നമ്മൾ ആം ഹോള് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു മെത്തേഡ് പറയാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ, ഇത് ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തോട്, ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 31 ഇഞ്ചാണ്. 31 ഇഞ്ചിന് അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് കൂട്ടണം. ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാട്ടോ. ലൈനിങ് ബ്ലൗസ് അല്ലെങ്കിൽ നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടണം. അപ്പം 31-നോട് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 34 ഇഞ്ച്. 34 ഇഞ്ചിൻ്റെ 4-1 നമ്മൾ മാർക്ക് ചെയ്യണം. അത് ഞാനിങ്ങനെ നേരെ വരയ്ക്കാം.
അതിനുശേഷം ഇവിടെ എത്ര ഇറക്കണം എന്നുള്ളതിന് ഞാൻ ചെയ്യുന്നൊരു രീതി ഇതാണ്. അതായത് ഈ സ്കെയിലുണ്ട്, ഈ സ്കെയിലിൽ 24 എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട്, അതുപോലെ തന്നെ 12 എന്ന് പറയുന്നൊരു മാർക്കുണ്ട്. എല്ലാ സ്കെയിലിലും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എളുപ്പമാർഗം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 15 ഇഞ്ച് നമുക്ക് മാർക്ക് കിട്ടണം. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി 7.5 ഇഞ്ചാണ്. 7, 7, 15. അപ്പോൾ ആ 15ൻ്റെ പകുതിയായ 7.5-യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 5 ഇഞ്ച് കുറയ്ക്കും. 5 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 2.5 ഇഞ്ച് ഞാനിവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്ത് ഞാൻ ഈ സ്കെയിലിൽ 24 എന്നുള്ള ആ മാർക്ക് വയ്ക്കും. അതിനുശേഷം ഞാനിവിടെ 12 എന്നുള്ള മാർക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ 12 എന്നുള്ള മാർക്ക് ഞാൻ ഈ ലൈനിൽ വയ്ക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഷേപ്പ് വരയ്ക്കും. ഇതാണ് ഇതിൻ്റെ ആം ഹോൾ. അപ്പോൾ നമുക്കിനി ഇത് 7.5 ഇഞ്ച് ഉണ്ടോ എന്ന് അളന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 7.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആമോൾ മാർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഞാൻ ആമോൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നല്ലോ. ഇനി അവിടെ നമ്മളിങ്ങനെ ചെസ്റ്റിനുള്ള ലൈൻ മാർക്ക് ചെയ്യണം. അതാണ് ചെസ്റ്റിനുള്ള ലൈനാണ്. ആംഹോൾ മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ആ സ്കെയിൽ ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ നമ്മളിതിന് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 6.5 ഇഞ്ച് ഇറക്കിയതിന് ശേഷമാണ് നമുക്ക് അതിന് 15 ഇഞ്ച് ആംഹോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇറക്കാതെ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചത് അങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ആംഹോൾ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഇനി നമ്മൾ താഴെ അതിൻ്റെ വേസ്റ്റ് വണ്ണം അഥവാ വയറിൻ്റെ ആ ഭാഗത്തുള്ള വണ്ണം അത് 28 ഇഞ്ചാണ്. അപ്പോൾ 28ൻ്റെ 4/1 എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചിൻ്റെ മാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ ഈ ബോട്ട് നെക്കിന് ബാക്കിൽ ടക്ക് കൊടുക്കുന്നത് കാണാൻ ഭംഗിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടക്കിന് വേണ്ടിയിട്ട് നമുക്ക് 3/4 ഇഞ്ച് ടക്കിന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ പകുതി 3.25. 3.25 നിന്ന് നമുക്ക് ഒരു 4.5 ഇഞ്ച് ടക്ക് കൊടുക്കാം. ഈ ടക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴുത്തിറക്കം ഇങ്ങനെ കൂടി വന്നാലും നമുക്ക് ബോട്ട് നെക്ക് അല്ലാതെ മറ്റ് നെക്കുകൾ ഇറക്കമുള്ള നെക്കാണെങ്കിൽ നമ്മൾ ഈ ടക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നെക്കിനേക്കാൾ 1 ഇഞ്ചെങ്കിലും ടക്ക് ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് ബ്രസ്റ്റ് അളവിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ടക്ക് നിൽക്കണം. ബ്രസ്റ്റ് അളവിൻ്റെ താഴെ നമ്മൾ ഫ്രണ്ട് ടക്ക് അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ബ്രസ്റ്റിൻ്റെ താഴെയാണല്ലോ ടക്ക് വന്നിരിക്കുന്നത്.
അതുപോലെ ബ്രസ്റ്റ് അളവിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ ടക്ക് നിൽക്കത്തക്കവണ്ണം നമ്മൾ ടക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 4.5 ഇഞ്ചിന് ഉയരം ടക്കിന് നീളം കൊടുത്തു. 3/4 ഇഞ്ചോളം നമ്മൾ അപ്പോൾ 1/4 ഇഞ്ച് പോയിന്റും ഒരു സൈഡിലേക്ക്, അങ്ങനെ 2 സൈഡിലേക്കും നമ്മൾ ടക്ക് മാർക്ക് ചെയ്യണം. പത്രം ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുത്തുമ്പ് 1/4 ഇഞ്ച് പോയിന്റ് ഇത് ബോട്ട് നെക്ക് വരയ്ക്കണത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് പാർട്ടാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതിന് 1ാം പാർട്ടായിട്ട് അതിൻ്റെ ബാക്കി മാത്രം കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നു. അപ്പോൾ ബോട്ട് നെക്കിൻ്റെ ബാക്ക് ഓപ്പണുള്ള ലൈനിങ് ബ്ലസ്സിൻ്റെ ബാക്കി കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് മാത്രമാണ് വരച്ചിട്ടുള്ളൂ, മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഇത് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇനി നമ്മളിതിന് ഒരു ചെറിയ ഷേപ്പ് കൊടുക്കണം. അതായത് നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇട്ടേക്കണില്ലേ, ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചോളം ഷേപ്പ് കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്കടിച്ച് കഴിയുമ്പോൾ അത് നേരെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 ഇഞ്ചോളം നമ്മളിതിനെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ബോട്ട് നെക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ ഈ ബാക്കി മാത്രമേ ഞാനിന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബോട്ട് നെക്ക് എങ്ങനെയാണ് ബോട്ട് നെക്ക് വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 1ാം ഭാഗമായിട്ട് ഞാനിത് ചെയ്തു. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.